പാലാ രൂപതയുടെ ഉടമസ്ഥയിലുള്ള സെന്റ് തോമസ് കോളേജിന്റെ ഡയമണ്ട് ജൂബിലിയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന പരിപാടിക്കെതിരെ വലിയ രീതിയിലുള്ള ജനരോക്ഷമാണ് പാലായിലും പരിസരത്തുമുള്ളത്. ജൂബിലിയോടനുബന്ധിച്ച് സഭ നേരിട്ട് ആഘോഷ പരിപാടികളൊന്നും നടത്താതെ ഗ്ലോബൽ മീറ്റ് എന്ന പേരിൽ കോളേജിൽ നടത്തുന്ന പരിപാടിക്കെതിരെയാണ് ജനരോഷം ഉയർന്നിരിക്കുന്നത്. സഭയുടെ വിവിധ മേഖലയിലുള്ള പണം കിഴുതടിയൂർ ബാങ്കിൽ ഉണ്ടായിരുന്നുവെന്നും അത് തിരിച്ചു പിടിക്കുവാനുള്ള സഭയുടെ അടവ് നയമാണിതെന്നും പറയുന്നവരുമുണ്ട്. മഹാജൂബിലിയുടെ തലപ്പത്ത് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ നിയോഗിച്ചാൽ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണം മുഴുവൻ തിരിച്ചു തരാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് അവർ പറഞ്ഞത് വിശ്വസിച്ച് അധികാരികൾ കാണിച്ചു കൂട്ടുന്ന വിഡ്ഢിത്തരമാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. കുടുംബത്തിൽ ഇന്ന് അറിയപ്പെടുന്നവരെല്ലാം തന്നെ പാലായിൽ തന്നെ പല തട്ടിപ്പ് കേസുകളിൽ ഉൾപ്പെട്ടവരായതിനാൽ കുടുംബക്കാരനായ മറ്റൊരാളുടെ പേര് വെച്ചിരിക്കുന്നതെന്നാണ് ജനങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇയാളാകട്ടെ പാറച്ചാത്തനെ പോലെ കിടക്കുന്ന പറമ്പിൽ കുത്തിയിട്ടുമില്ല. അന്യ ജില്ലകളിലായിരുന്നു ഇയാളുടെ ലീലാവിലാസങ്ങളെല്ലാം. വയനാട്, പാലക്കാട്, ഇടുക്കി മുതലായ ജില്ലകളിൽ PC തോമസിനൊപ്പം ഈ ഭാഗത്ത് പരിപാടികളിൽ പങ്കെടുക്കുന്നതിന്റെ വാർത്തകളൊക്കെ ഇതിനു മുമ്പ് പലവട്ടം പല മാധ്യമങ്ങളിലും വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. കേണിച്ചിറ പോലീസ് സ്റ്റേഷനിലെ 2021 627 നമ്പർ ക്രൈമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR-ൽ ഇയാളുടെ വയസ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലും തെറ്റായിട്ടാണെന്നുള്ളത് ഇയാളുടെ തട്ടിപ്പിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. പാലക്കാട് ജില്ലയിലെ അഗളി പോലീസ് സ്റ്റേഷനിൽ 2022 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പരാതിയിലും ഇത് തന്നെയാണ് പറയുന്നത്. പുറത്തു വന്നതും അല്ലാത്തതുമായി നിരവധി കേസുകളാണ് ഇയാൾ MD ആയിട്ടുള്ള കർഷകരുടെ പേരിലുള്ള കമ്പനിയുടെ പേരിൽ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരാളെ ഇതുപോലെയുള്ള പൊതുപരിപാടികളുടെ തലപ്പത്ത് അവരോധിക്കരുത്. ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് FIR ഇടുന്ന സമയത്ത് പ്രായം ചോദിക്കുമ്പോൾ 20ഓളം വയസ്സ് കുറച്ച് പറയുന്നത് അയാൾ താനല്ലെന്ന് പിന്നീട് വാദിക്കാൻ വേണ്ടിയാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. പോലീസുകാർക്ക് ഗണകന്റെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് വയസ്സ് ഗണിച്ചെഴുതാൻ സാധിക്കുകയുമില്ല. ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ ഈ ആഘോഷങ്ങളുടെ ചുമതല ഏൽപ്പിച്ചതിന്റെ പേരിലാണ് സഭ വിമർശനം കേൾക്കേണ്ടി വരുന്നത്. 4 പേരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിരത്തി നിർത്താൻ കൊള്ളാവുന്ന നിരവധി പേർ പഠിച്ചിറങ്ങിയ കോളേജിൽ നിന്നും സമൂഹ മധ്യത്തിൽ അഴിമതിയുടെ നിഴലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ തന്നെ ഗ്ലോബൽ മീറ്റിന്റെ ചുമതല ഏൽപ്പിച്ചതാണ് പ്രധാന വിമർശനം. സമൂഹത്തിലെ ഉന്നതരുടെ പേര് പറഞ്ഞ് കർഷകരുടെ ഇടയിലിറങ്ങി മലമ്പനിയോടും മലമ്പാമ്പിനോടും പടവെട്ടി അന്നത്തെ അപ്പത്തിന് വക കണ്ടെത്തിയിരുന്ന പാവപ്പെട്ട കർഷകരുടെ പിച്ചക്കാശ് അടിച്ചു മാറ്റിയവനെ തന്നെ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചത് ശരിയായില്ലെന്നാണ് നാട്ടുകാർ പറയുന്ന വിമർശനം. ഗ്ലോബൽ മീറ്റിന്റെ പ്രധാന ചുമതലക്കാരനായ നേതാവിനെതിരെ മലബാറിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ തട്ടിപ്പിന് FIR ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സഭാ നേതൃത്വം ബോധപൂർവം മറന്നതാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. ദയാഭായിയെയും ചില വൈദികരെയും അഴിമതിരനായ സ്വന്തം പിതാവിനെയും വരെ മുന്നിൽ നിർത്തുകയും അതുവഴി പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് അവർ സ്വരൂപിച്ചു വെച്ചിരുന്ന പണം അടിച്ചു മാറ്റിക്കൊണ്ടുവരികയും ചെയ്ത നേതാവിന്റെ കയ്യാളായി പ്രവർത്തിച്ച ഈ നേതാവിനെ പോലുള്ള ആളുകളെ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് പാലക്കാർ ആവശ്യപ്പെടുന്നത്. PT ചാക്കോയുടെ പേരിൽ ആരംഭിച്ച PT ചാക്കോ മെമ്മോറിയൽ കിസാൻ മിത്ര കമ്പനി കോടികളുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തുണ്ടായിരുന്ന ആളെ തന്നെ ഈ പൊതുപരിപാടിയുടെ തലപ്പത്ത് കൊണ്ടുവന്നതാണ് എല്ലാവരെയും അസ്വസ്ഥരാക്കിയത്. മാത്രമല്ല ഇയാളുടെ ബന്ധുക്കളായ ചില സഹോദരങ്ങൾ പാലായുടെ തന്നെ ഹൃദയഭാഗത്ത് അത്യുന്നത പ്രൗഢിയിൽ ഉയർന്നു നിന്നിരുന്ന സഹകരണ ബാങ്കിൽ നിന്നും സാധാരണക്കാരായ നിക്ഷേപകരുടെ പണം മുഴുവൻ അടിച്ചു മാറ്റിയത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ഈ സാഹചര്യത്തിൽ പാലാ മെത്രാൻ ഇനിയെങ്കിലും ഇതൊക്കെ കണ്ണു തുറന്നൊന്ന് കാണണം. അല്ലാത്ത പക്ഷം ഇവരോട് നിക്ഷേപകരുടെ പണം തിരിച്ചു കൊടുത്ത് മാതൃക കാണിക്കാനെങ്കിലും ആവശ്യപ്പെടണം. എന്തൊക്കെയായാലും സാധാരണക്കാരായ ഇടവക അംഗങ്ങൾ പണം പിരിച്ചും പിടിയേരി പിരിച്ചും കുഞ്ഞുമക്കൾക്ക് പഠിക്കുവാൻ വേണ്ടി നിർമ്മിച്ച ഈ സ്ഥാപനത്തിന്റെ ജൂബിലി ആഘോഷിക്കുവാൻ ഇതുപോലെയുള്ള പകൽ കൊള്ളക്കാരെ അനുവദിച്ചത് ശരിയായില്ല. ചുരുങ്ങിയ പലിശയ്ക്ക് വായ്പ ലഭിക്കുമെന്ന് അർദ്ധപട്ടിണിക്കാരായ കർഷകരെ പറഞ്ഞു പറ്റിച്ചവരെയൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തി കാണിക്കുന്ന ഇത്തരം പരിപാടികൾക്ക് പാലാ മെത്രാൻ നേതൃത്വം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ലെന്ന അഭിപ്രായക്കാരാണ് പാലായിലുള്ളത്.